ആസ് എ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ പലതും കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ മൈൻഡിൽ. സാധാരണ ഡിസൈനിൽ നമ്മൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് സ്കിൽസ് എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഫേമസ് ആയ ഒരു ബ്രാൻഡ് ചൂസ് ആക്കിയിട്ട് അതിന്റെ പാക്കേജിനെ മലയാളത്തിലോട്ട് കൺവേർട്ട് ആക്കുക എന്നുള്ളതായിരുന്നു തന്നിരുന്നത്. പാക്കേജ് ഡിസൈൻ കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നും ഇതെങ്ങനെ തുടങ്ങാനൊന്നും അറിയില്ലേനു. ഇതിൽ ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന നമ്മൾ കോമൺലി യൂസ് ആക്കണ, പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റും കൂടി ആയ എലൈറ്റ് പറഞ്ഞൊരു ബ്രാൻഡ് ആയിരുന്നു. സൈൻ ലബാന്റെ ചീസ് ബോംബാണ് ചെയ്യാൻ തോന്നിയത്. ചൂസ് ചെയ്തൊരു ഇംഗ്ലീഷ് ബ്രാൻഡായ ക്ലീനെക്സ് എന്ന് പറയുന്ന ടിഷ്യൂ കമ്പനിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള റെഡ് ലാബിൽ പറഞ്ഞിട്ടുള്ള ഒരു ടീ പൗഡറിന്റെ ഒരു പൗച്ച് ഡിസൈനിങ് ആണ്. ഞാൻ ചോക്കോസിന്റെ ബ്രാൻഡായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതിന്റെ സെയിം ഫോണ്ട് തന്നെ ഒരു മലയാളം ടൈപ്പോഗ്രാഫി ആയിട്ട് ചെയ്യണം എന്നായിരുന്നു സാറ് തന്ന ടാസ്ക്. അതിന്റെ പാക്കേജും കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കി സ്കെച്ച് ചെയ്തു. പിന്നെ മലയാളം ഫോണ്ടിൽ വരുമ്പോൾ ഏത് ഫോണ്ടാണ് ചൂസ് ചെയ്യാന്നും ഏത് ഫോണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതിന് മാച്ച് ആവുന്നുള്ളത് നോക്കി. ഇത് നോർമലി മാർക്കറ്റിലോട്ട് വരുന്നത് ഒരു പൗച്ച് രൂപത്തിലാണ്. അതിൽ നിന്നൊക്കെ വ്യത്യാസമാക്കിയിട്ട് യൂസേഴ്സിന് ഒന്നുകൂടി ബെറ്റർ ആയി യൂസ് ആക്കാൻ പറ്റിയ രൂപത്തിൽ ക്യാരി ചെയ്യാൻ പറ്റിയ ബോക്സ് രൂപത്തിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 ലവ് സോപ്പ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി പാക്കേജ് ഡിസൈനിങ് ആണ് ഞാനിവിടെ ട്രൈ ആക്കിയിട്ടുള്ളത്. ഇത് ബാക്ക്ഡോർ എന്നൊരു വെബ്സൈറ്റിൽ നിന്ന് ഇതിന്റെ റെഫറൻസ് എല്ലാം എടുത്തിട്ട് ഇത് ഇല്ലുസ്ട്രേറ്ററിൽ ഇട്ടുകൊണ്ട് സാർമാരെ സഹായത്തോടു കൂടി ഒരു ഡിസൈൻ ചെയ്തു. പ്രിന്റ് എടുത്തിട്ട് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഔട്ടിട്ട് ഇതിന്റെ ഔട്ട് നമുക്ക് കൈക്കല് കിട്ടിയപ്പോൾ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് ആണ് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതും. നമ്മളിപ്പോ ശരിക്കും മാർക്കറ്റിലൊക്കെ ഇത് കാണുന്നുള്ളൂ. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു പ്രൂവ് ഉണ്ടായി. കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയും കഴിയുന്നുള്ള ഒരു സക്സസ്ഫുൾ ആയ ഫീലാണ് വന്നത്. അത്രക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായി. റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.